ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇനി 360 ഡിജിറ്റൽ ഫോർ ഫ്യൂച്ചറിലൂടെ നമ്മൾ അടുത്തത് പഠിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ക്യാമ്പയിൻസ്. അതായത് മെറ്റ ആഡ്സിൽ നമ്മൾ ആഡ്സ് മാനേജറാണ് ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആഡ്സ് മാനേജറിൽ നമുക്ക് ഡിഫറെൻറ്റ് ക്യാമ്പയിൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി അതാണ് നോക്കാനുള്ളത്. അതിൽ ക്യാമ്പയിൻസ് ആഡ് സ്ട്രക്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് മീൻസ് അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പയിൻസിൽ ഡിഫറൻസുകൾ. അതായത് നമ്മൾ ഓരോ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആഡ് നമ്മൾ ഓരോ ആഡ് ചെയ്യുന്ന ഓരോ കസ്റ്റമറിനെ ടാർഗറ്റ് ചെയ്തിട്ട് അപ്പോൾ ഡിഫറെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് സെറ്റ് ചെയ്യണം. അതിന് ഓരോന്നും ചെയ്യുന്നതിൻ്റെ പേരാണ് അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെൻറ്റ്സ്, ലീഡ്സ്, അപ്ലിക്കേഷൻസ്, സെയിൽസ്, ഇങ്ങനെയുള്ളത്. അതപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി നമ്മളെ പേജ് ലോഗിൻ ചെയ്ത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ adsmanager.facebook.com എന്ന് ടൈപ്പ് ചെയ്യാം. അതിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു ആൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ആൾ തുറക്കുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാവുക. ഇത് നമ്മൾ ഓൾറെഡി ആഡ്സ് റൺ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് മാറ്റിത്തരാം, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ മുന്നേ ഒരു ഡ്രാഫ്റ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്തായാലും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഓൾറെഡി ഡ്രാഫ്റ്റായിട്ട് സെലക്ട് ചെയ്ത് വന്നതാണ്. നമുക്കിപ്പോൾ ഇതിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ക്യാമ്പയിൻസ് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഒരുപാട് നമ്മൾ ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ലെവലിൽ നമ്മൾ ആഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇതിൽ കാണിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പയിൻസിൽ അവെയർനെസ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ക്യാമ്പയിൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഞാനിവിടെ വന്നു, ഞാൻ ജസ്റ്റ് ക്യാമ്പയിൻസ് എന്ന് കൊടുത്തു. ക്യാമ്പയിൻസ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു. തുടക്കക്കാരാകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, ഈ ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി ക്യാമ്പയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ഇനി ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ ചെയ്തു. ഇപ്പോൾ ഇതിൽ ക്രിയേറ്റ് ന്യൂ ക്യാമ്പയിനാണ്. അപ്പോൾ നമുക്ക് ന്യൂ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആഡ്സൊക്കെ കണ്ടിട്ട് കൂടുതൽ ആൾക്കാർ നമ്മളെ ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇതിൽ കൂടുതൽ ഇവിടെ നമുക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കാണാൻ പറ്റും ഇവിടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അതേപോലെ ട്രാഫിക് ഇതൊക്കെ ഞാൻ 1 by 1 ആയിട്ട് ഓരോന്ന് ഞാൻ ഓരോ മൊഡ്യൂളാക്കിയിട്ട് ഞാൻ ചെയ്തു തരുന്നുണ്ട്. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒരു വെബ്സൈറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ആൾക്കാരെ നമ്മളെ ഒരു ഇതിലേക്ക് വരുത്തിക്കുക, നമ്മളെ പേജിലോട്ടോ നമ്മുടെ കൺവെൻഷനിലേക്ക് നമ്മൾ ഇതിലേക്കൊക്കെ നമ്മൾ വരുത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അതേപോലെ തന്നെ എൻഗേജ്മെൻറ്റ്, നമ്മളെ പേജിന് ലൈക്സ് കിട്ടാനും കൂടുതൽ റെസ്പോൺസിബിൾ കിട്ടാനും അങ്ങനെയുള്ള പർച്ചേസ് അങ്ങനെ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലീഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ എന്ത് പറയുക, നമ്മൾ കളക്ട് ചെയ്യുക. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അത് നല്ല ഉപകാരപ്പെട്ടതാണ്. പിന്നെ ആപ്പ് പ്രമോഷൻ, നമ്മൾ ആപ്ലിക്കേഷൻ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷന് നമുക്ക് എന്ത് ചെയ്യണം, ആൾക്കാരിലേക്ക് എത്തിക്കണം. അങ്ങനെയൊക്കെ യൂസ്ഫുൾ ആവുന്നതാണ് ആപ്പ് പ്രമോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ സെയിൽസ്, നമ്മളെന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സെല്ല് ചെയ്യാൻ അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള അതിൽക്കൊക്കെ കണക്ഷൻ വരും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓരോ ഇതാണ് പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവെയർനെസ്സിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ അവെയർനെസ്സിൽ ഫസ്റ്റ് ഞാനൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവെയർനെസ് ഞാൻ ക്ലിക്ക് ചെയ്തു. അവെയർനെസ്സിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് രീതിയിൽ നോക്കാം. ഫസ്റ്റ് റീച്ച് ചെയ്യാൻ പറ്റും, ബ്രാൻഡ് അവെയർനെസ്, വീഡിയോ വ്യൂസ്, സ്റ്റോർ ലൊക്കേഷൻ അവെയർനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ പോകുന്നത് ക്യാമ്പയിൻ നെയിം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്യാമ്പയിൻ നെയിം നമ്മൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പയിന് ഒരു പേര് കൊടുക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ക്യാമ്പയിൻ ചെയ്യാനുള്ള സെറ്റപ്പ് ഓൾറെഡി ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബന്ധപ്പെട്ടിട്ട് തന്നെ ഞാനൊരു ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു ക്യാമ്പയിൻ റൺ ആവണം. ഇത് ഹാങ് ആയെന്ന് തോന്നുന്നു. ജസ്റ്റ് 1 സെക്കൻഡ്. നമ്മുടെ സിസ്റ്റം കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ആൾക്കാരിലേക്ക് ഞാനൊരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാരിലേക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി 55 ഈ ഒരു അവയർനെസ്, അതായത് എൻ്റെ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു കോഴ്സ് അവർ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺടാക്റ്റ് നമ്പർ വെച്ചിട്ട് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഏത് സാധാരണക്കാർക്കും പണം ഉണ്ടാക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു നെയിം കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഒരു നെയിം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ടൈപ്പ് ചെയ്തു, ഒരു സ്ലാഷ് കൊടുത്തു. ഇനി അടുത്തത് എന്താ, ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് ഞാൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഇന്നൊരു സ്ഥലം ഫിൽട്ടർ ചെയ്യാം. ലൈക്ക് കൊച്ചി എന്ന് തന്നെ ആയിക്കോട്ടെ. കൊച്ചി എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. പിന്നെ എൻ്റർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്കൊരു പെർട്ടിക്കുലർ ഏജ് ഇത്ര അധികം ആൾക്കാരിലേക്ക് എത്തിയാൽ മതി, അങ്ങനെ ഞാനൊന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ കൊച്ചി എന്ന് മതി. അപ്പോൾ ഞാനൊരു 20 മുതൽ ഒരു 40 ഏജുള്ള ആൾക്കാരിലേക്ക് എത്തിയാൽ മതി. അങ്ങനെ ഒരു നെയിം കൊടുക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു നെയിം കൊടുക്കുകയാണ്. ഇവിടെ ക്യാമ്പയിൻ നെയിം എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊച്ചി എന്ന് പറഞ്ഞൊരു നെയിം കൊടുത്ത്, എനിക്കിത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു നെയിം കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെക്കാട്ടും അറിവുള്ളവരാണ്. അപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ, അത് നമ്മളിങ്ങനെ ഒരു എക്സലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഡാറ്റ എവിടേക്കും പോകില്ല, നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ഇനി അടുത്തത് നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ടതില്ല, ഇതൊക്കെ അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ടൈം ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് AB ടെസ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കാറ്റഗറി വൈസ് ഒന്നും തിരിക്കണ്ട, ജസ്റ്റ് നെക്സ്റ്റ് എന്ന് പറയാം. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ക്യാമ്പയിൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്ക് ഇതിനൊന്നും ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഫസ്റ്റ് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കിത് ഓരോന്ന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും. അപ്പോൾ നമ്മൾ സപ്പോർട്ടിങ്ങിനനുസരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ക്യാമ്പയിൻ പാർട്ടിൽ ക്രിയേറ്റിംഗ് ക്യാമ്പയിൻ എന്നുള്ളത് കഴിഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിയേറ്റ് ആഡ്സ്, അതായത് ക്യാമ്പയിൻസ് എന്നുള്ളത് കഴിഞ്ഞു. ഇനി ആഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ആഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ടാർഗറ്റിംഗ് യുവർ ഓഡിയൻസ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൻ്റെ ഒരു കൂടുതലും കാര്യങ്ങൾ വരുന്ന ആഡ് സെറ്റ് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ആഡ് സെറ്റ് നമ്മൾ ഇവിടെ ഒരു നെയിം കൊടുക്കണം. ഇപ്പോൾ ഈ ആഡ് സെറ്റ് ചെയ്യുന്നത് ആർക്ക് ഉദ്ദേശിക്കാനാണ്, ക്രിയേറ്റ് ക്യാമ്പയിൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ക്രിയേറ്റ് ആഡ്സ് ഇതെന്ത് പേര് കൊടുക്കണം, നമ്മൾ ഈ ആഡ്സ് ക്രിയേറ്റ് ചെയ്യണത് ഒരു പേര് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അറൗണ്ട്
ഒരു 20 കിലോമീറ്റർ എന്നുള്ള ലെവലിൽ നമ്മൾ പ്രിഫർ ചെയ്യണം. അപ്പോൾ 20 കിലോമീറ്റർ ലെങ്ത് വേണ്ട. അപ്പോൾ ക്രിയേറ്റിംഗ് ആൻസിൽ നമ്മൾ 20 കിലോമീറ്റർ ഉള്ള ആൾക്കാരിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റായി അത് കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ അടിയിലേക്ക് വരിക. അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിഫറൻസ്, അതായത് മാക്സിമം റീച്ചാണോ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് അവെയർനെസ്സിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പെർഫോമൻസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം റീച്ച് ആണെങ്കിൽ മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് കൊടുക്കുക. മാക്സിമം നമ്പർ ഓഫ് ഇംപ്രഷൻ ആണോ എന്നുണ്ടെങ്കിൽ ഇംപ്രഷൻ കൊടുക്കുക. മാക്സിമം ആഡ് റീകോൾ ലിഫ്റ്റ്, നമുക്ക് കോൾ ചെയ്യാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ വീഡിയോ അങ്ങനെ ത്രൂ പ്ലേ വ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അങ്ങനെ അതൊക്കെ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഫേസ്ബുക്ക് മെറ്റാ ആഡ്സ് ചെയ്തോളും. അപ്പോൾ നമുക്ക് മാക്സിമം 2 സെക്കൻഡ്സ് കണ്ടിന്യൂസ് വീഡിയോ പ്ലേസ്, ആൾക്കാർ അങ്ങനെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ will try to show your video ads to people who are likely to watch 2 continuous seconds most 2 seconds continuous video പ്ലസ് ഇങ്ങനെയുള്ള ലീഡ്സുകൾ ഇങ്ങനെയുള്ള കൺവെൻഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവയർനെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം റീച്ച് ആഡ്സ് കൊടുക്കുക, മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് കൊടുക്കുക. ഇനി അടുത്ത് ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പേജ് ഞാൻ ഈ ഒരു പേജാണ്, എൻ്റെയൊക്കെ 2-3 പേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഇതിനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതും സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കോസ്റ്റ് പെർ റിസൾട്ട് ഗോൾ അത് ഓപ്ഷനിലാണ്, അതിപ്പോൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് നേരെ അടിയിലോട്ട് വരിക. ഇവിടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇത് ഫേസ്ബുക്ക് പേജാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടിയിലോട്ട് വന്നിട്ട് നമ്മൾ എത്ര ഡേയ്സ് അങ്ങനെയുള്ള ഇംപ്രഷൻ എവറി 7 days ആണോ, നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 1 day ക്യാമ്പയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അത് 200 ആണ് നമ്മളിവിടെ ബഡ്ജറ്റ് ഇട്ടേക്കുന്നത്. പക്ഷേ 236 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റീചാർജ് ചെയ്യേണ്ടത്, അതായത് ഫണ്ട് ജനറേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾ ഡേറ്റ്. ഈ ഡേറ്റിൻ്റെ അവിടെ ഒന്ന് ഫസ്റ്റ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യരുത്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക, ഫേസ്ബുക്കിന് വിട്ടുകൊടുക്കുക. അവരവരുടേതായ സമയത്ത് എന്ത് ചെയ്യും, അത് ഈ ആഡ് റൺ ആയിക്കോളും. അങ്ങനെയുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുക. ഈ ഡൈനാമിക് ക്രിയേറ്റീവ് ഒന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷോ ഓഡിയൻസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. മൈ ബിസിനസ് ക്യാൻ സ്പെസിഫിക് ലൊക്കേഷൻ, അങ്ങനെ സ്പെസിഫിക് ലൊക്കേഷനായിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാമെന്ന് മാത്രം. നമ്മളിപ്പോൾ ഓൾറെഡി ഇന്ത്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നുള്ളത്, ഇനിയിപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാം. വെറും ഇന്ത്യ മാത്രമാണെങ്കിൽ ഇന്ത്യ മാത്രം ടാർഗറ്റ് ചെയ്യുക. റിവ്യൂ ചേഞ്ചസ് എന്ന് കൊടുക്കുക. നമ്മൾ റിവ്യൂ ചേഞ്ചസ് കൊടുത്തു, അപ്ലൈ കൊടുത്തു. ഓക്കെ. ഇനി അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ലൊക്കേഷൻ പ്രിഫറൻസ് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഓഡിയൻസിനെ സേവ്ഡ് ആക്കുന്നത്. ഇനി അടുത്ത് എഡിറ്റ് വീണ്ടും ഈ ഇന്ത്യ എന്നുള്ളതിലേക്ക് തന്നെ വന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ ആഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കൊച്ചി എന്നാണ് കൊടുത്തത്. കൊച്ചി എന്ന് 20 കിലോമീറ്ററാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്തിട്ട്, കൊച്ചി കേരള ആണല്ലോ, അത് ടൈപ്പ് ചെയ്ത് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, റേഡിയസ് സെറ്റ് ചെയ്യണം. അതായത് എത്ര കിലോമീറ്ററാണ്, ഇവിടെ 20 കിലോമീറ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 20 കിലോമീറ്റർ റേഡിയസിൽ നമ്മൾ കുറച്ച് കൊടുക്കുക, കറക്റ്റാക്കി കൊടുക്കുക. 20 കിലോമീറ്ററിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഓഡിയൻസ് ഡെഫിനിഷൻ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് അതിൻ്റെ ആ ചേഞ്ചിങ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രീൻ കളർ കാണുന്നുണ്ടല്ലോ, ഇത് എത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടും. ഗ്രീൻ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് മസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ മോർ ഓപ്ഷൻ. ഇതിൽ ഏജ് മിനിമം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എത്ര ഏജ് 20 എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കത് മിനിമം ഏജ് 20 നോക്കണം. അത് ഇവിടെ ഓൾറെഡി കൺവെൻഷൻ വന്നതുകൊണ്ടാണ് അത് അങ്ങനെ ആക്കുന്നത്.
ഓൾറെഡി ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. മുന്നേ നമ്മൾ ഓപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ബിക്കോസ് ഇറ്റ്സ് ഔട്ട്സൈഡ് ദി ഓഡിയൻസ് കൺട്രോൾ സെറ്റ് അഡ്വർടൈസിങ് സെറ്റിങ്സ്. അതായത് അഡ്വർടൈസിങ് സെറ്റിങ്സിൽ നമ്മൾ ഓൾറെഡി ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഓഡിയൻസ് കൺട്രോൾ എന്ത് ചെയ്യുന്നതാണ് 23 എന്നുള്ളത്. നമുക്കിപ്പോൾ 20 എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോയുടെ പരിമിതി അതെല്ലാം സെറ്റപ്പ് കാണിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും പോകാത്തത്. ഇനി അത് 23 എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് വരുത്തണം. ഇവിടെ 23 എന്ന് കൊടുത്താൽ മതി. 23 ഏജ് കൊടുക്കുന്നു. സെറ്റിങ്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസിങ് സെറ്റിങ്സിൽ ഏജ് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ ഇത്രയും റെക്കോർഡിക്കലായ കാരണം കൊണ്ടാണ് ഞാൻ കൂടുതൽ അതിലേക്ക് പോവാത്തത്. നമ്മൾ ഓൾറെഡി അങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി ക്യാമ്പയിൻസിലേക്ക് തന്നെ വരാം. ക്യാമ്പയിൻസിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തിട്ട് ഈ ഒരു ഇത് കാണാൻ പറ്റും. ആഡ്സിൽ വരെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഈ ആഡ്സിന് ഇനിയും ചെയ്യാനുണ്ട്. ഞാൻ 200 എന്ന് കൊടുത്തു. നമ്മളെ ഓപ്ഷൻസ് കൊച്ചി 20 കിലോമീറ്റർ കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലാംഗ്വേജ് മലയാളികൾക്കാണെങ്കിൽ മലയാളം എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്താൽ മതി. മലയാളം മാത്രമുള്ളവർ അങ്ങനെ കാണാൻ പറ്റും. ഇംഗ്ലീഷ് ഉള്ളവർ അങ്ങനെ ഇംഗ്ലീഷ് ഉള്ളവർക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, ഓഡിയൻസ് സജഷൻ ഓപ്ഷൻ. ഈ ഓഡിയൻസ് സജഷൻ ഓപ്ഷൻ ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ സെറ്റപ്പ് ചെയ്ത് 23 തന്നെ അത് സെറ്റിങ്സിൽ മാറ്റിയിട്ട് ഇപ്പോൾ 20 അങ്ങനെ ആക്കാൻ പറ്റും. മുതൽ നമ്മൾ നേരത്തെ എത്ര പറഞ്ഞത് 40 വരെ എന്നല്ല പറഞ്ഞത്. ആ 40 വരെ എന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ ഓളിലാണെങ്കിൽ ഓള് കൊടുക്കുക, മെന്നാണെങ്കിൽ മെന്ന് കൊടുക്കുക, വുമൺ ആണെങ്കിൽ വുമൺ എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുള്ള ഇപ്പോൾ ഞാൻ ഓൾ തന്നെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ടാർഗറ്റിങ് ഡീറ്റെയിൽ ടാർഗറ്റിങ്, ഈ ആൾക്കാരെ എങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിലുള്ള ആൾക്കാരാണ് നമുക്കിപ്പോൾ ഇതാക്കേണ്ടത്. ഫീൽഡ് ഓഫ് സ്റ്റഡി, അണ്ടർ ഇയേഴ്സ്, നമുക്ക് അതൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷനിലാണ് നമുക്ക് ജസ്റ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ കാണുന്നില്ല. അവർ ഓൾറെഡി ഡാറ്റ അവർക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ഡാറ്റകൾ അവർക്ക് കിട്ടും. ഇനി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് സെലക്ട് ഇവിടെ കൊടുക്കുക. ഇനി സെലക്ട് ഓൾ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇപ്പോൾ ഇതിൽ ബിസിനസ് ഇൻഡസ്ട്രി, ഞാൻ ബിസിനസ് ഇൻഡസ്ട്രിയിൽ ആർക്കും പഠിക്കാൻ താല്പര്യം അങ്ങനെ. പിന്നെ ഷോപ്പിംഗ്, ഞാൻ അടുത്ത ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഡിജിറ്റൽ ആക്ടിവിറ്റി ടീംസ്, ഞാൻ ഇവർക്കൊക്കെ മ്യൂസിക് ക്രിയേറ്റേഴ്സ് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊരു ഇതാണോ അവർക്കൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ടിക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളവർ ആരൊക്കെയാണ് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമുക്ക് എന്താ ആൾക്കാരുടെ ഡാറ്റ നമ്മൾ ഫിൽട്ടർ ചെയ്തതെന്ന് പറയുന്നത്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവർക്കൊക്കെ നമുക്ക് ഈ ആഡ് ലീഡ്സ് പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കാം, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നേരെ വന്നിട്ട് ഇതൊക്കെ നമുക്ക് അഡ്വാൻസ് ലെവലിൽ ചെയ്യാനുള്ളതാണ്. നേരെ വന്ന് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഈ നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഒന്ന് നോക്കുക. ഇപ്പോൾ എസ്റ്റിമേറ്റ് ഓഡിയൻസ് സൈസ് എന്ന് പറയുന്നത് ഇത്രയാണ് ഇതിൻ്റെ ഓഡിയൻസ് സൈസ് വരുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ ഒരു 8.2K, അതായത് ഇവരെന്തായാലും ഉറപ്പ് തരുന്നുണ്ട് നമുക്കെന്ത് 24,000 ആൾക്കാരുടെ ഇടയിൽ ഇതെന്തായാലും കാണും എന്നുള്ളത് അവർ തരുന്നുണ്ട്. ഓക്കെ, നമ്മളെ ഈ ഒരു റീച്ച് പോകും എന്നുള്ളത് മസ്റ്റാണ്, നമുക്കത് കിട്ടും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഏതാണോ പബ്ലിഷ് ചെയ്യാനുള്ളത് ഇവിടെ
ന്യൂ അവയർനെസ് ആഡ്. ഈ ആഡിൻ്റെ നെയിം എന്താണോ ഇവിടെ അടുത്ത ന്യൂ ആഡ്സിൻ്റെ അവിടെ നമുക്ക് കൊടുക്കണമല്ലോ. ഇവിടെ ആഡ് നെയിം കൊടുക്കണമല്ലോ. ആഡ് നെയിം കൊടുത്ത് ജസ്റ്റ് വേറെ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫുൾ നെയിം തന്നെ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ഫുൾ നെയിം കൊടുക്കുക. അല്ലെങ്കിൽ ഏജ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ കൂടെ 20 കിലോമീറ്റർ ഇത്രയും കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ കണ്ടാൽ മതി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വേറെ എന്തെങ്കിലും അതായത് ആഡെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നെയിം കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്തിട്ട് ഞാൻ ഒരു പേര് വേറെ കൊടുത്തു, റീനെയിം ചെയ്തു. ഈ റീനെയിം ചെയ്തു. ഇനി അടിയിലേക്ക് വരിക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇൻസ്റ്റഗ്രാം പേജ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ത്രെഡ് ഉണ്ടെങ്കിൽ ത്രെഡ് പ്രൊഫൈലിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലിങ്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളെ ക്രിയേറ്റിംഗ് ആഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ക്രിയേറ്റിംഗ് HCT ഓൾറെഡി നമ്മളുള്ള പോസ്റ്റാണോ നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഹബ് മോക്കപ്പ് ആണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ക്രിയേറ്റിംഗ് ആഡ് എന്ന് കൊടുത്തു. സിംഗിൾ ഒരു കാഷ്വൽ ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്, ഫുൾ സ്ക്രീൻ, മൊബൈൽ എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള പല പുതിയ വന്ന അപ്ഡേറ്റ് ആണ്. അതുപോലെ ഇത് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ആഡ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്യില്ലേ, അതായത് മൾട്ടിപ്പിൾ വീഡിയോസ് അങ്ങനെയുള്ളതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സിംഗിളായിട്ട് നമുക്ക് ഇതാക്കുന്നത്. പിന്നെ അതിൻ്റെ വെബ്സൈറ്റ് ആണോ മെസ്സേജ് ആണോ ഇൻസ്റ്റൻറ്റ് എക്സ്പീരിയൻസ് എന്താണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കോഡ് വരണം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ മെസ്സേജാണ് വരുന്നത്. ഇനി വെബ്സൈറ്റ് പീപ്പിൾ കൂടുതൽ റീച്ച് ആവണമെങ്കിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻസ്റ്റൻറ്റ് എക്സ്പീരിയൻസ് എന്താണോ വേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മെസ്സേജ് എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ മെസ്സേജ് കൊടുക്കുമ്പോൾ നമുക്ക് മെസ്സഞ്ചറിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാത്തിലും മെസ്സേജ് വരണം, കൊടുത്തിടുക. ഇനി വെറും വാട്സപ്പിൽ മാത്രം വന്നാൽ മതി. അപ്പോൾ ഇതിൽ കോൾസ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കോൾസിൻ്റെ ഇതിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വരുന്നില്ല, കണ്ട ഓപ്ഷൻ വരുന്നില്ല. ഇപ്പോൾ ഇതിൽ മെസ്സേജിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വാട്സപ്പ് മെസ്സേജ് എന്നുള്ള ലെവലാണ് വരുന്നത്. ഈ പേജിക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പേജിക്കോ മെസ്സേജിനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഇല്ല ഈ അവയർനെസ്സിൽ. ഇനി കണക്റ്റ് നമ്പർ വേറെ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ അങ്ങനെ മാക്സിമം 15 വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് ഇമേജ് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഇമേജ് ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ എടുത്ത ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് അപ്ലോഡിങ് ചെയ്തത്. ഞാൻ ഇവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വേറൊരു ഇമേജ് ഞാൻ എടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജസ്റ്റ് അപ്ലോഡിങ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ഇതെടുത്താൽ മതി കേട്ടോ. ഇതാണ് ആ ഒരു പേജ്. ഇതാണ് ഈ ഒരു പേജാണ്. ആൾക്കാരിലേക്ക് മാക്സിമം റീച്ച് ചെയ്യുക. ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും എങ്ങനെയാണ്, ഏത് രൂപത്തിലാണെന്നുള്ളത്. അപ്പോൾ അത് ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഒറിജിനൽ ടൈപ്പാണോ എങ്ങനെയാണോ എന്താണോ എന്ന് വേണ്ടി എന്നുള്ളതാണ് ഇവർ കാണിച്ചു തരുന്നത്. കണ്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒറിജിനൽ കൊടുക്കുക, ഇതിൽ ഒറിജിനൽ കൊടുക്കുക, എന്നാലാണ് അത് ആ ഒരു പേജിക്ക് സെറ്റപ്പ് ആവുള്ളൂ. ഇനി നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൈമറി ടെസ്റ്റ് എന്താണോ നമ്മൾ ഈ ഒരു ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഏത് സാധാരണക്കാർക്കും വേണേൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ മംഗ്ലീഷിലൊന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്ത് ഞാൻ എടുക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഏത് സാധാരണക്കും പഠിക്കാമെന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ അത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യണ ഏതാണോ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. പിന്നെ ആഡ് നമുക്ക് ടെസ്റ്റ് ഓപ്ഷൻ ഇനി വേറെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങളെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ മെൻഷൻ ചെയ്യാം. ഓക്കെ. നമ്പർ നിങ്ങൾക്ക് എന്താണോ ആ നമ്പർ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ട് അതും ഇടാം. പിന്നെ ചാറ്റ് വിത്ത് അസ് അതും ഇതേപോലെ ആഡ് ഓപ്ഷനിലുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ കൂടുതൽ നിങ്ങളെ കമ്പനീനെ കുറിച്ചിട്ട്
എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൊടുക്കാമെന്ന് മാത്രം. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് വാട്സപ്പ് നമ്പർ ഓൾറെഡി മെസ്സഞ്ചർ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഡണ്ണ് കൊടുക്കുക. ഈ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്ത് നമുക്ക് ആ റിവ്യൂ കാണാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ ഇത് വരുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇത് കാണുന്നുണ്ട് പിക്ചർ. ഇതേപോലെ 360 ഡിജിറ്റൽ ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ വരും. മറ്റുള്ളവരുടെ ഇതിലാണ് പറയുന്നത് കേട്ടോ. മറ്റുള്ളവരുടെ ഇത് ഓപ്പൺ ആക്കി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് അവർ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാം പേജിലും ഒക്കെ ഇങ്ങനെ ഈ ഒരു ആഡ് കാണാൻ പറ്റും. അപ്പോൾ വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറയും. നമ്മൾ ആ ടൈപ്പ് ചെയ്തതുണ്ടല്ലോ, കണ്ടോ, ഇത് കണ്ടോ, ഈ ടൈപ്പ് ചെയ്തത് ഇതിൽ കാണുന്ന ഇത്ര അധികം ഇതേപോലെ ഉണ്ടാവും, ടൈപ്പ് ചെയ്തത് കാണാൻ പറ്റും. ഇതിലിങ്ങനെ കണ്ടോ, ഇവിടെ ഈ ഫേസ്ബുക്കിൻ്റെ പേജിൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ഹെഡിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ സ്റ്റോറി വരുന്നത്, ഇൻസ്റ്റഗ്രാം സ്റ്റോറി വരുന്നത്, അതുപോലെ ഫേസ്ബുക്കിൻ്റെ പേജിൽ സ്റ്റോറി വരുന്നത്, അത് നമ്മൾ കണ്ടു. അത് നമുക്കിതിൻ്റെ കറക്റ്റ് ഇതിൽ നമുക്ക് മെത്തേഡിൽ കാണാൻ പറ്റും. ഒന്ന് വലുതാക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, കണ്ടോ, ഈ ഒരു തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, മറ്റുള്ള ഒരു മ്യൂസിക്കൊക്കെ വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇടുന്നില്ലേ, അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുള്ള ഒരു തീമാണ് ഇത് കാണുന്നത്. ഇത് പലവരും സ്റ്റോറി ഇങ്ങനെ ലെവലിൽ പോകും, അങ്ങനെ പലതരത്തിലും ഇത് റീൽസ് ആയിട്ടും പോകും, പ്രൊഫൈൽ ഫീഡായിട്ട് പോകും, അങ്ങനെ പലതരത്തിലും ഈ മെറ്റാ ആഡ്സിൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് പേജുള്ളവർക്ക് പലതരത്തിൽ ഈ ആഡ്സ് കാണിക്കും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമ്മളിത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലാപ്ടോപ്പും പി സിയും ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓക്കെ. ഇനി ഇതിൻ്റെ അടിയിൽ നമ്മൾ അത് എന്താണ് എഴുതിയത് അതൊക്കെ ഇതിലാണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞ് ഈ സെറ്റപ്പുകൾ കംപ്ലീറ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് URL പാരാമീറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും വേറെ URL അല്ലെങ്കിൽ പേജിൻ്റെ URL അങ്ങനെയൊക്കെ ആൾക്കാരെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പേജിൻ്റെ ആ URL എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി വെബ്സൈറ്റ് കണ്ടോ അവിടെ കൊടുത്തേക്കുന്നത്, ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇടുക. അത് കഴിഞ്ഞ് പബ്ലിഷ് കൊടുക്കുക. ഈ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ ഇതിൽ ഓൾറെഡി എനിക്ക് ഫണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഞാനിത് കൊടുക്കുന്നത്. പക്ഷേ നോർമലി ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ആഡ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിക്കും ഇടുമ്പോൾ പ്രോപ്പറായിട്ട് ഇടണ്ടേ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഡാറ്റ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അവരവരുടേതായ ആ ഒരു ലെവലിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഓരോരുത്തർക്ക് ചെയ്യുമ്പോൾ അതിനൊരു പ്രീ പ്ലാൻഡ് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് വേണം, അങ്ങനെ നല്ലൊരു ഇമേജും ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തിടുക. ഇപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇത് ഇവിടെ ഓൾറെഡി ഓണായി കിടക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഇറർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ. ഇതിലിപ്പോൾ പേയ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് കാണിച്ചത്. കുറച്ച് കഴിഞ്ഞ് ഇവിടെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, അത് കഴിഞ്ഞ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കും, അത് കഴിഞ്ഞിട്ട് ആക്റ്റീവ്, അങ്ങനെ 3 സ്റ്റേജ് ഉണ്ടാവും. ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മൾ ആഡ് പോകും. ഈ 200 എമൗണ്ട് ബഡ്ജറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ട്, അതിനനുസരിച്ച് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്ന റിസർച്ചും റീച്ചും എല്ലതും ഇവിടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി ആഡ്സ് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ആൾക്കാരിലേക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, എനിക്കിത് ഞാൻ ഡിലീറ്റ് ആക്കി കളയുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ നോർമലി ഞാനിത് ഡിലീറ്റ് ആക്കുകയാണ്. ഓക്കെ, നമുക്കിങ്ങനെ ഡിലീറ്റ് ആക്കാനും ഓപ്ഷൻസ് ഉണ്ട്. ഇനി പെട്ടെന്ന് നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ആക്കാം. അതേപോലെ തന്നെ ഇവിടെയും വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഡിലീറ്റ് ആക്കണം. ആഡ്സിൽ വന്നിട്ട് ഡിലീറ്റ് ആക്കണം. അതേപോലെ തന്നെ ക്യാമ്പയിനിലും വന്നിട്ട് നമ്മൾ എന്ത് കാണിക്കണം, ഇത് ഡിലീറ്റ് ചെയ്യണം. ഈ ഒരു ക്യാമ്പയിൻസ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു ക്യാമ്പയിന് നമുക്ക് ആവശ്യമില്ലല്ലോ, അപ്പോൾ നമ്മളത് മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ക്ലാസ്. അപ്പോൾ നമ്മളെന്ത് ക്യാമ്പയിനിൽ അവയർനെസ് എങ്ങനെയെന്ന് പഠിച്ചു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.